വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിന്റെ ഹൃദയഭാഗത്ത് സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് പേരുകേട്ട തളിപ്പറമ്പ് പട്ടണത്തിനടുത്ത് ഒരു പുരാതന ദേവാലയമുണ്ട്. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃച്ചംബരം ക്ഷേത്രത്തെ തൃച്ചംബരത്തോട് മാത്രമേ ഉപമിക്കാനാവൂ. വടക്കിന്റെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ സാധാരണയായി കാണപ്പെടുന്ന ശാന്തഭാവത്തിൽ നിന്നുള്ള വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രൗദ്രഭാവത്തിലുള്ള പ്രതിഷ്ഠയാൽ പ്രസിദ്ധമാണ്. കംസവധത്തിന് ശേഷമുള്ള കൃഷ്ണന്റെ ശക്തമായ രൂപം കിഴക്കോട്ട് ദർശനമായി ഏകദേശം 4.5 അടി ഉയരത്തിൽ 2 കൈകളിൽ ശംഖും ചക്രവുമായി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ, ഇവിടുത്തെ ചുവർ ചിത്രങ്ങൾ, ഉത്സവങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെല്ലാം വ്യത്യസ്തമാണ്. വിശ്വാസികൾക്കും ഇവിടെ എത്തുന്നവർക്കും ഒരു അനുഭവമാണ്. വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ വിശ്വാസികളുടെ മനസ്സിൽ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അപൂർവ പ്രതിഷ്ഠാഭാവവും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും തൃച്ചംബരത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ക്ഷേത്രം വിഷ്ണുഭക്തി ദക്ഷിണേന്ത്യയിൽ പ്രചരിക്കുന്നത് സംഘകാലത്താണ്. സംഘകാലം എന്ന് പറഞ്ഞാൽ BC 600 AD 4ാം നൂറ്റാണ്ടിലാണ് സംഘകാലഘട്ടം. ലക്ഷക്കണക്കിന് സാഹിത്യകാരന്മാരും അതുപോലെ വൈഷ്ണവ ക്ഷേത്രങ്ങൾ, ധാരാളം വൈഷ്ണവ ക്ഷേത്രങ്ങളും നമ്മൾ ദക്ഷിണേന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. സംഘകാല സാഹിത്യം എന്ന് പറയും. സാഹിത്യത്തിൽ മറ്റേ ക്ഷേത്രങ്ങളാവുമ്പോൾ ശൈവക്ഷേത്രങ്ങളും വൈഷ്ണവ ക്ഷേത്രങ്ങളും. അപ്പോൾ ലോകത്തിൽ 108 ദിവ്യദേശങ്ങളുണ്ട്. ഈ ദിവ്യദേശം വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് ദിവ്യദേശങ്ങൾ. അതിൽ 2 എണ്ണം വൈകുണ്ഠവും പാലാഴിയും. അത് ബാക്കി 106 ദിവ്യദേശങ്ങളും ഭാരതത്തിലാണ്. ഒരു 57ഓളം ദിവ്യദേശങ്ങൾ തമിഴ്നാട്ടിലും 2 ദിവ്യദേശങ്ങൾ കേരളത്തിലുമാണ്. അതിൽ ഒരു ദിവ്യദേശമാണ് തൃച്ചംബരം. തൃച്ചംബരം വൈകുണ്ഠത്തിന് സമാനമായ അതേപോലെ പരിശുദ്ധമായ പവിത്രമായ ഒരു സ്ഥലമാണ് കേരളത്തിലെ തൃച്ചംബരം. ഈ പുണ്യസ്ഥലം അതിന്റെ പേര് നേടിയത് ശ്രീശംബര മഹർഷിയുടെ തപസ്സിൽ നിന്നാണ്. ഭഗവാന്റെ ദിവ്യലീലകൾ കാണാൻ ശംബര മഹർഷി തപസ് ചെയ്ത വനഭൂമിയായിരുന്നു ഇതെന്നും അങ്ങനെ തിരുശംബര എന്ന പേരിൽ നിന്ന് തൃച്ചംബരം എന്ന പേരുണ്ടായി എന്നുമാണ് ഐതിഹ്യം. ശംബരന്റെ തപസ്സിന്റെ ഫലമായി ശ്രീകൃഷ്ണന്റെ ദിവ്യ സാന്നിധ്യം ഈ ഭൂമിയിൽ അനുഗ്രഹമായി ലഭിച്ചു എന്നും വിശ്വാസം. കാലക്രമേണ ഈ വനപ്രദേശം ശംബരപുരമായും പിന്നീട് തൃച്ചംബരമായും മാറി. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ശൈലി അതിപുരാതനമാണ്. ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം. 15ഉം 16ഉം നൂറ്റാണ്ടുകളിലെ അതിമനോഹരമായ ചുവർ ചിത്രങ്ങളും കൊത്തുപണികളും ക്ഷേത്രത്തിന്റെ മതിലുകളിൽ കാണാം. ആ ചുവർ ചിത്രങ്ങളും കൊത്തുപണികളും ഇവിടെ ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചുവർ ചിത്രശേഖരങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. പ്രധാന പ്രതിഷ്ഠയായ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം ഏകദേശം 4.5 അടി ഉയരമുള്ളതാണ്. രൗദ്രഭാവത്തിൽ കാണപ്പെടുന്നതിനാൽ നിർമാല്യ ദർശനം ഇവിടെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല. പുലർച്ചെ അഭിഷേകം കഴിഞ്ഞ് ശാന്തമായ ഭാവത്തിൽ കൃഷ്ണനെ ദർശിക്കുന്നതാണ് ഉത്തമമെന്ന് കരുതപ്പെടുന്നു. കംസവധത്തിന് ശേഷം വിശന്നെത്തിയ കൃഷ്ണന് അമ്മ പഴഞ്ചോറ് നൽകിയതിന്റെ ഓർമ്മയിൽ ഇവിടെ നട തുറക്കുന്നതിന് മുൻപേ തിടപ്പള്ളിയിൽ നിവേദ്യം തയ്യാറാക്കുന്നു. മേൽശാന്തി കയ്യിൽ നിവേദ്യവുമായാണ് ശ്രീകോവിലിന്റെ വാതിൽ തുറക്കുന്നത്. അഭിഷേകത്തിന് മുൻപ് നിവേദ്യം നടത്തുന്ന ഈ അസാധാരണമായ ആചാരം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് തൃച്ചംബരത്തെ വ്യത്യസ്തമാക്കുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആചാരം ആനകളെ ഉപയോഗിക്കാത്തതാണ്. കംസൻ കൃഷ്ണനെ വധിക്കാൻ അയച്ച കുവലയ പീഠം എന്ന ആനയെ ഭഗവാൻ വധിച്ചതിന്റെ സ്മരണയിലാണിത്. അതുകൊണ്ട് തന്നെ ഉത്സവങ്ങൾക്കോ മറ്റ് ചടങ്ങുകൾക്കോ ആനകളെ എഴുന്നള്ളിക്കാറില്ല. തൊട്ടടുത്തുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൃച്ചംബരത്തപ്പന്റെ വിഗ്രഹം എഴുന്നള്ളിക്കുമ്പോൾ പോലും ആനകളെ ക്ഷേത്ര പരിസരത്ത് നിന്ന് മാറ്റി നിർത്താറുണ്ട്. ക്ഷേത്ര പരിധിയിൽ ഗണപതി ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനാൽ ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും പതിവില്ല. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് 1001 അപ്പവും കാരേലപ്പവും. ഗോവർദ്ധന പർവ്വതം ഉയർത്തിയപ്പോൾ വിശന്ന കൃഷ്ണന് ദേവകി കൊടുത്തയച്ച അപ്പത്തിന്റെ ഓർമ്മയിലാണ് 1001 അപ്പം വഴിപാട് നടത്തുന്നത്. 1001 അപ്പം അഗ്രശാലയിൽ നിന്നും അമ്പാത്തോർ ഉണ്ടാക്കി ചെറിയ ചെമ്പുപാത്രത്തിലാക്കി വാരസ്യാരുടെ വിളക്കിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിക്കുന്നു. ഉണ്ണിയപ്പം എന്നും അറിയപ്പെടുന്ന കാരോലപ്പം മറ്റൊരു പ്രധാന വഴിപാടാണ്. കാര എന്ന ഓട്ടുപാത്രത്തിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അതിനാലാണ് കാരോലപ്പം എന്ന് പറയുന്നത്. 101 അപ്പം നിവേദിക്കുന്നതിന് തിരുവപ്പം എന്ന് പറയും.
ഊരാള കുടുംബത്തിലെ അന്തർജനം തൊഴുമ്പോൾ അപ്പം എഴുന്നള്ളിക്കാറുണ്ട്. അതിന് കണക്കൊന്നുമില്ല, 1 2 എത്ര വേണമെങ്കിലാവാം. വിളക്ക് വെച്ച് നട തുറന്നതിന് ശേഷം തിടപ്പള്ളിയിൽ നിന്നും എഴുന്നള്ളിച്ച് നിവേദ്യം കഴിക്കുന്നു. മേൽശാന്തി കയ്യിൽ നിവേദ്യം പിടിച്ച് നട തുറക്കുന്ന രീതിയുമില്ല. അഭിഷേകത്തിന് മുൻപുള്ള ഈ നിവേദ്യത്തിന് പറുപ്പൂച്ചൽ എന്നും പറയും. പറുപ്പൂച്ചൽ കഴിഞ്ഞേ നിർമാല്യം വാരുകയുള്ളൂ. ഈ അവസരത്തിൽ ദർശനമാവാം. തൃച്ചംബരം ക്ഷേത്ര സമുച്ചയം വിവിധ ഉപദേവതകളെയും ഉൾക്കൊള്ളുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ശ്രീകൃഷ്ണനും കൂടാതെ കന്നിമൂലയിൽ ഗണപതി, ഇടതുഭാഗത്ത് വിശ്വക്സേനൻ, വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശിവൻ, തെക്കു പടിഞ്ഞാറേ മൂലയിൽ ശാസ്താവ് എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രമുറ്റത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗാദേവിയുടെ ക്ഷേത്രം ഒരു പ്രധാന ആകർഷണമാണ്. ഈ ക്ഷേത്രത്തിന് ചുറ്റും 3 കുളങ്ങളുമുണ്ട്. യശോദയുടെ മകളായ പെൺകുട്ടിയെ ദേവകിയുടെ 8ാമത്തെ കുട്ടിയാണെന്ന് കരുതി വധിക്കാൻ ശ്രമിച്ചപ്പോൾ കംസൻ അതിന് കഴിഞ്ഞില്ല. ദുർഗ പ്രത്യക്ഷപ്പെട്ട് ദേവകിയുടെ 8ാമത്തെ പുത്രൻ അമ്പാടിയിലുണ്ടെന്ന് കംസനെ അറിയിച്ചു. ഇതറിഞ്ഞ ദേവകി ദുർഗയെ ശപിച്ചു. നിന്റെ കണ്ണിലെ വെള്ളം മാറാതിരിക്കട്ടെ. ആ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് തൃച്ചംബരത്തെ ജലദുർഗ. ചുറ്റുമുള്ള വെള്ളം ദുർഗയുടെ കണ്ണീരെന്നാണ് സങ്കല്പം. ശങ്കരനാരായണ സങ്കല്പത്തിലും ഇവിടെ ആരാധനകൾ നടത്തുന്നു. ശങ്കരനാരായണൻ എന്നാൽ ശിവനും വിഷ്ണുവും ചേർന്ന സങ്കല്പം. ഹിന്ദുമതത്തിലെ പ്രധാന ദൈവങ്ങളായ വിഷ്ണുവിനെയും ശിവനെയും ഒരേ പ്രതിഷ്ഠയായി ആരാധിക്കുന്ന രീതി, ഇതും തൃച്ചംബരത്തെ പ്രത്യേകതയാണ്. ക്ഷേത്രത്തിനു ചുറ്റും 3 കുളങ്ങളുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ ദൈവിക അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടുന്നു. കാമ്പ്രത്തില്ലത്തെ തന്ത്രികൾക്കാണ് അവകാശം. സമീപത്ത് സ്വാമിയാർ മഠങ്ങൾ എന്നറിയപ്പെടുന്ന 4 മഠങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഇവ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന്റെയും ആത്മീയതയുടെയും ഭാഗമാണ്. മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് തൃച്ചംബരം ഉത്സവം. മലയാള മാസം കുംഭം 22-ന് കൊടിയേറ്റത്തോടെ ആരംഭിച്ച് മീനം 6-ന് കൂടിപ്പിരിയൽ ചടങ്ങോടെയാണ് ഉത്സവം സമാപിക്കുന്നത്. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം കൂടിപ്പിരിയൽ എന്ന ചടങ്ങാണ്. ഇതിനു പിന്നിൽ ഹൃദയസ്പർശിയായ ഒരു ഐതിഹ്യമുണ്ട്. കാരാഗൃഹത്തിൽ പിറന്ന കൃഷ്ണന്റെ ബാല്യലീലകളൊന്നും കാണാൻ അദ്ദേഹത്തിന്റെ അമ്മയായ ദേവകിക്ക് കഴിഞ്ഞില്ല. ദേവകിയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കൃഷ്ണന്റെയും ബലരാമന്റെയും തിടമ്പുകൾ പൂക്കോത്ത് നമ്പൂതിരിയുടെ ഇല്ലത്തെ മുറ്റത്ത് കൊണ്ടുവന്ന് നൃത്തം നടത്തുന്നു. പൂക്കോത്ത് നടയിൽ നടക്കുന്ന ഈ തിടമ്പ് നൃത്തം കൂട്ടത്തിലോട്ടം എന്നും അറിയപ്പെടുന്നു. തൃച്ചംബരം ക്ഷേത്രത്തിലെ കൃഷ്ണന്റെയും തളിപ്പറമ്പിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള മഴൂർ ധർമ്മംകുളങ്ങര ക്ഷേത്രത്തിലെ ബലരാമന്റെയും തിടമ്പുകളാണ് നൃത്തത്തിൽ പങ്കെടുക്കുന്നത്. പൂക്കോത്ത് നമ്പൂതിരിയുടെ അന്തർജനത്തിന്റെ ആഗ്രഹ സാഫല്യമാണ് ചടങ്ങിനു പിന്നിലെ മറ്റൊരു കഥ. തനിക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത കൃഷ്ണലീലകൾ കാണാൻ അവർ ആഗ്രഹിച്ചു. ആ ആഗ്രഹം നിറവേറ്റാനാണ് ഈ ചടങ്ങ് തുടങ്ങിയതെന്നാണ് വിശ്വാസം. ഉത്സവത്തിനിടയിലെ 11 ദിവസവും പൂക്കോത്ത് നടയിലാണ് പ്രധാന ചടങ്ങുകൾ. തിടമ്പ് നൃത്തം, ബാലലീലോത്സവം, ദേവോത്സവം എന്നിവ ഈ ദിവസങ്ങളിൽ നടക്കുന്നു. ഭക്തരായ വൃദ്ധ ദമ്പതികൾക്ക് ആനന്ദം നൽകുവാൻ ഭഗവാന്മാർ അവരുടെ ഇല്ലത്തേക്ക് പാഞ്ഞു ചെന്ന് ആ ഇല്ലത്തിന് നടയിൽ ബാലലീലകൾ നടത്തുമെന്നും കൂടി വിശ്വാസമുണ്ട്. ഇതിൽ തടുത്ത് നൃത്തം പൂക്കോത്തമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അത്രേ. കുംഭം 1 മുതൽ 21 വരെ നടക്കുന്ന ചെറിയ ഉത്സവത്തിനെ പടഹാദി എന്ന് വിളിക്കും. നവകം, കലശം, ശുദ്ധി ഇതൊന്നും ഇല്ലാതെ ഭഗവാനെ പന്തത്തിന്റെയോ വിളക്കിന്റെയോ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിനു ചുറ്റും നിശ്ചിത പ്രദക്ഷിണം വെക്കുന്നതിനെ പടഹാദി എന്ന് പറയുന്നു. ഇതിൽ വാദ്യങ്ങൾ ഉണ്ടാകും. കൊടിയേറ്റത്തോടെയുള്ള ഉത്സവം ധ്വജാദി. ഇവിടെ കുംഭം 22 മുതൽ മീനം 6 വരെ. അങ്കുരാദി മീനം 30 മുതൽ ഉത്സവം തീരുന്നത് വരെ. ഇത് 3ഉം തികഞ്ഞ ഉത്സവം ലോകത്ത് തൃച്ചംബരത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് വിശ്വാസം. കൂട്ടത്തിലോട്ടം, ആനന്ദനൃത്തം, നാടുവലം വയ്ക്കൽ, ആറാട്ട് തുടങ്ങിയ ചടങ്ങുകൾ ഉത്സവത്തിന്റെ ഭാഗമാണ്. കൂടിപ്പിരിയൽ ചടങ്ങ് ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളായ ദേവകിയുടെയും വസുദേവരുടെയും സാന്നിധ്യത്തിൽ അവരുടെ ആഗ്രഹ സാഫല്യത്തിന്റെ പ്രതീകമായാണ് നടക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് ദേവകിക്ക് ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ കാണാൻ കഴിയാതിരുന്നതിന്റെ വേദന കൂടിയാണ് ഈ ചടങ്ങിലൂടെ പരിഹരിക്കപ്പെടുന്നത്. ഉത്സവത്തിന്റെ സമാപന ദിവസമായ കൂടിപ്പിരിയൽ സഹോദരങ്ങളായ കൃഷ്ണന്റെയും ബലരാമന്റെയും വിരഹത്തിന്റെ നിമിഷമാണ്. ഭക്തരുടെ അകമ്പടിയിൽ അവർ തങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങുന്നു. കണ്ണീരോടെയുള്ള ഈ വേർപിരിയൽ ആയിരക്കണക്കിന് ഭക്തരെ വൈകാരികമായി ആകർഷിക്കുന്നു. പരശുരാമൻ പാക്കത്തെ വിഷ്ണുഭക്തനായ ബ്രാഹ്മണന്റെ ശിരസിൽ കൃഷ്ണബിംബം വെച്ചുകൊടുത്ത് ഉത്സവത്തിനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. പിന്നീട് ധ്യാനവും പൂജാവിധിയും പരശുരാമനും ഉപദേശിച്ചു എന്നാണ് ഐതിഹ്യം. ആ ബ്രാഹ്മണന്റെ പിൻതലമുറക്കാരാണ് ഇപ്പോഴത്തെ മേൽശാന്തിമാർ. ഇവർ പാക്കത്തില്ലക്കാരാണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് തൃച്ചംബരം. തളിപ്പറമ്പ് ടൗണിൽ നിന്ന് എളുപ്പത്തിൽ ഇവിടെ എത്താം. പുലർച്ചെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയും ക്ഷേത്രനട തുറക്കും. രൗദ്രഭാവത്തിലുള്ള ഭഗവാനെ ദർശിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം പുലർച്ചെ അഭിഷേകം കഴിഞ്ഞ് ശാന്തഭാവത്തിൽ നിൽക്കുന്ന സമയമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ക്ഷേത്രത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള അസാധാരണമായ ആചാരങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രപരമായ പ്രത്യേകതകളും തൃച്ചംബരം ക്ഷേത്രത്തെ കേരളത്തിലെ മറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. വടക്കൻ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണ് ഈ ക്ഷേത്രം.